അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. ഇതിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ. എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ശാന്തൻ എന്ന ഡ്രൈവർ വാല് തുറന്നു. ഞാൻ പെട്ടെന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എന്റെ ബെഡ്റൂമിൽ എനിക്ക് കാണാൻ പറ്റാത്ത കാര്യം കണ്ടപ്പോൾ ഞാൻ ഐ വാസ് ട്രൈങ് ടു ടേക്ക് എ പിക്ചർ. അപ്പൊ എന്റെ ഫോണ് പിടിച്ചു വാങ്ങിച്ച് ശാന്തൻ എന്നെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എന്റെ സഹോദരന്റെ വൈഫായ ശ്രീലേഖ ചേച്ചി വിളിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഷീ ആസ്ക് മീ ടു കോൾ ദി കൺട്രോൾ റൂം 112. അത് അപ്പോൾ അവർ പോലീസിൽ വിളിക്കുന്നതുകൊണ്ട് അവരെന്നെ അധികം അങ്ങനെ ആക്രമിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. പക്ഷെ പോലീസ് വന്നുണ്ടെങ്കിൽ അവർ പോലീസ് വീട്ടിലൊന്നും കയറിയില്ല. ബിക്കോസ് മിനിസ്റ്റർ വീടാണ്, കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേക്ക് ഓടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഹീസ് എ വെരി പൊളിറ്റിക്കലി പവർഫുൾ പേഴ്സൺ. അവർക്ക് എന്താ പറയുക, പൈസയുണ്ട്, പവറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് പേടിയാണ്. സ്ത്രീയെ കാറിൽ കയറ്റി വിട്ട ശേഷം മന്ത്രി അവിടെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. എന്നോടൊന്നും സംസാരിച്ചില്ല. പോലീസ് അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ പരിധിയിലുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പിണറായി വിജയൻ സാറെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ അല്ല മാഡം ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അവർ കുറച്ചു നേരം അങ്ങോട്ട് മാറി നിന്ന് എന്തൊക്കെയോ പറയുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിങ്ക് പോലീസ് വന്നു. അപ്പൊ ഞാൻ പോലീസ് എന്ന് പറഞ്ഞിട്ട് വാലൊക്കെ തട്ടുകയാണ്. പക്ഷെ ഞാൻ പുറത്ത് വന്ന് എങ്ങനെയോ വാലൊക്കെ തുറന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിങ്കും ഇല്ല, പോലീസും ഇല്ല. ഇന്ന് രാവിലെ ഇതെല്ലാം സംഭവിച്ചപ്പോൾ ഞാൻ CM സാറിന്റെ മോളായ വീണ വിജയനെ പറഞ്ഞിരുന്നു. ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്, അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് പൈസ കൊടുത്ത് ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJPയും പങ്കാളിയാണ്. എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ. അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇത് രാഷ്ട്രീയമല്ല. ഇത് കേരള ജനതയുടെ ഒരു ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. ഇതിനേക്കാളും വലുത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലുണ്ടായിരുന്നു. 2013 ഞാൻ രാജിവെച്ചതിന് ശേഷം വന്ന ഇലക്ഷനിൽ അതിന് ഭൂരിപക്ഷം കൂടി. ഇതൊക്കെ നിങ്ങൾ കാണണം. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അപ്പുറത്തുനിന്ന് നിയന്ത്രണത്തിൽ വരും. ചില ആളുകളുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ ചട്ടുകമായി മാറും ചില ആളുകൾ. ഈ 112 വിളിച്ച് പരാതി പറഞ്ഞു. ആർക്കും വിളിച്ചുകൂടി, വട്ടുമൂത്താൽ ആർക്കും പറയാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഗണേഷ് അണ്ണന്റെ കുൽസിത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഇതൊക്കെ തന്നെയാണ്. കാരണം സ്വന്തം ഭാര്യ തന്നെയാണ് ഭർത്താവിന്റെ അവിഹിതത്തെ കുറിച്ച് വന്നിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ മാധ്യമങ്ങളോടും ഒക്കെ തുറന്നു പറഞ്ഞത്. അവസാനം സ്വന്തം കസേര പോകും, മന്ത്രി കസേര പോകുമെന്ന് ഉറപ്പായതോടുകൂടി ഗണേശൻ എന്ത് ചെയ്തു? ഭാര്യയുടെ കാലം അങ്ങോട്ട് പിടിച്ചു, പ്രശ്നം അങ്ങ് സോൾവ് ആക്കി. ഇന്നലെ മാധ്യമങ്ങളോടും അല്ലെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞ സ്വന്തം ഭർത്താവിന്റെ അവിഹിതത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ ഭാര്യ ഇന്ന് രാവിലെ ആയപ്പോ നേരെ പ്ലേറ്റ് തിരിച്ചു. ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. അദ്ദേഹം എന്നെ വിളിച്ച് സോറി പറഞ്ഞു, മാപ്പ് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസായിട്ടൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നു. അപ്പോ മനസ്സിലായി ഈ ഒരു കേസ് ഇവിടെയൊന്നും നിൽക്കില്ല. കാരണം മന്ത്രി കസേര ഉൾപ്പെടെ പോകുമെന്ന് ബോധ്യമായതോടുകൂടി എന്ത് ചെയ്തു? ഗണേശൻ പോയിട്ട് ഭാര്യയുടെ കാലം അങ്ങോട്ട് പിടിച്ചു. ഇമോഷണൽ ഔട്ട്ബേർസ്റ്റിൽ ഞാൻ പറഞ്ഞു, നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. സത്യം തന്നെയാണ്. ഞാൻ മിനിസ്റ്ററുടെ ആ ഒരു ഫോൺ കോൾ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു തെറ്റ് ചെയ്താൽ നമ്മളൊരു സോറി പറയണമല്ലോ. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അതിന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 112 വിളിച്ചപ്പോൾ വട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി എന്റെ ഹസ്ബൻഡ് മിനിസ്റ്റർ എന്റെ സിസ്റ്ററോട് സംസാരിച്ചു. ഞാൻ ഫോൺ എടുക്കാതിരുന്നത് കൊണ്ട് എന്റെ സിസ്റ്ററോട് സംസാരിച്ചു. വളരെ ഇമോഷണലായിട്ട് പറഞ്ഞു, ശരി തെറ്റ് പറ്റിപ്പോയി. പല തെറ്റുകളും പറ്റിയിട്ട് ഞങ്ങളുടെ വിവാഹത്തിൽ ഇത്രയും വർഷത്തിൽ. പക്ഷെ ഞാൻ ഒരിക്കലും വിട്ടുപോകണമെന്നോ ഞാനത് മീഡിയയിൽ വരികയാണെന്നോ ഞാൻ ലീഗൽ പോകണമെന്നോ ഇപ്പോഴും ഞാൻ ഇമോഷണൽ കമലേഷിനോട് സംസാരിച്ചപ്പോ ഐ നെവർ സെഡ് ദാറ്റ് ഐ വോണ്ട് ടു ഗോ ലീഗൽ. ഞാൻ എന്റെ ഫോൺ ആക്രമിക്കാനായിട്ട് ശ്രമിച്ച ശാന്തനോടോ അല്ലെങ്കിൽ പോലീസിനോടോ മൈ ഇന്റൻഷൻ വാസ് നെവർ ടു ടാർണിഷ് ദി ഗവൺമെന്റ് ഓർ മൈ ഹസ്ബൻഡ്. അങ്ങനെ ഞാൻ അന്നും പറഞ്ഞു. ഇന്നലെ സംസാരിച്ചപ്പോഴും ഞാൻ കമലേഷിനോട് അതാണ് പറഞ്ഞത്. മിനിസ്റ്ററും നേരിട്ട് വിളിച്ചോ? അതെ ഇന്ന്. കാരണം ഇന്നലെ എന്റെ സിസ്റ്ററോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ബിന്ദുവിനോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല ഇത്രയും എന്നെ കൊണ്ട് ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല. ബിക്കോസ് ഐ ഹാവ് നെവർ കം ഇൻ പബ്ലിക് ആൻഡ് സ്പോക്കൺ. ബിക്കോസ് ഞാനൊരു മീഡിയ പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും സംസാരിക്കാനോ എന്റെ ഒരു ഇഷ്യൂ ഷെയർ ചെയ്യാനോ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു, ബിന്ദു അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം എന്റെ ആ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റിൽ ഞാനൊരു പേഴ്സണൽ ഇത് ചെയ്തതാണ്. ഇന്നിപ്പോ മിനിസ്റ്റർ രാവിലെ വിളിച്ചിട്ട് ക്ഷമ ചോദിച്ചു തോന്നുന്നു അല്ലെ? ക്ഷമാപണം നടത്തി. ഡെഫിനറ്റ്ലി എന്റെ അടുത്ത് പറഞ്ഞു അത് നമുക്കിത് സോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ.
എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ കമലേഷ്, ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു ഇന്റൻഷൻ അതേ ആയിരുന്നില്ല. എന്റെ ഇനിയിപ്പോ പരാതിയായിട്ട് ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല. ഞാൻ അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞു പോലീസ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇനി ഒരു പോലീസ് കംപ്ലൈന്റ് ഞാൻ എന്റെ വീട്ടിലല്ലേ ഇനി ഞങ്ങൾ പറഞ്ഞു തീർത്ത് ഞങ്ങൾക്ക് ബിക്കോസ് ഞങ്ങൾ 13 years ആയി, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ അതുകൊണ്ട് ഞാൻ വിട്ടെറിഞ്ഞു പോവാൻ മാത്രം ഉള്ള ഒരു സംഭവമല്ല. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ പറ്റും. പക്ഷെ ഒരു മിനിസ്റ്റർ ആയതുകൊണ്ട് അത് ലോകം മുഴുവൻ അറിഞ്ഞു. ഇതിലൊരു പ്രശ്നം, ഇത് കുടുംബ പ്രശ്നം പേഴ്സണലാണ്, മീഡിയ ഒക്കെ പുറത്താണ്. പക്ഷെ നിങ്ങളുടെ പ്രശ്നം മന്ത്രിയാണ്. ഇത് മന്ത്രിയുടെ ഭാര്യയ്ക്കൊരു ജസ്റ്റിസ് കിട്ടാത്ത ഒരു ഇഷ്യൂ ആണ് നമ്മളൊക്കെ ഹൈലൈറ്റ് ചെയ്തത്. ഈ പ്രണയം അപ്പുറത്തേക്ക് അത് ഇനി നിങ്ങളത് മന്ത്രി ക്ഷമാപണം നടത്തിയത് സെറ്റിൽ അത് പരിഹരിക്കും, നിങ്ങൾ കുടുംബത്തിൽ പരിഹരിക്കും എന്ന് പറയുമ്പോഴും മന്ത്രി പബ്ലിക്കിനോട് ക്ഷമാപണം ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഇരിക്കുന്നു? ഇന്നലെ വന്ന സ്വന്തം ഭർത്താവിന്റെ അവിഹിതത്തെ കുറിച്ചും അയാളുടെ ക്രൂരതകളെ കുറിച്ചൊക്കെ പറഞ്ഞ ഭാര്യ അയാളെ വിളിച്ച് കാല് പിടിച്ച പോലെ അയാൾ സോറി പറഞ്ഞപ്പോ അതിലങ്ങ് അലിഞ്ഞു പോയി. എന്താ ഇവർക്ക് പറയേണ്ട എന്താണ്? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആദ്യത്തെ പ്രാവശ്യമൊന്നും അല്ല ഗണേശൻ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത്. ആദ്യത്തെ ഭാര്യയെടുത്തും ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അവരുപേക്ഷിച്ചു പോയത്. രണ്ടാമത്തെ കെട്ടിയ സ്ത്രീയാണ് ഇവർക്കും ഇതേ അനുഭവങ്ങൾ തന്നെയാണ് അവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് അവരത് വീണ്ടും ആളൊന്ന് വിളിച്ച് സംസാരിച്ചപ്പോ അവർക്ക് പരാതിയും ഇല്ല, ഒന്നുമില്ല. കാരണം ഗണേശൻ അറിയാം ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ പോകും, ആകെ നാണം കെട്ട് മെഴുകുമെന്ന് മനസ്സിലായതോടുകൂടി സ്വന്തം ഭാര്യനെ വിളിച്ച് കാല് പിടിച്ചിട്ടുണ്ടാവണം. അതാണല്ലോ ഇന്നലെ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ സ്ത്രീ ഇന്ന് രാവിലെ ആയപ്പോ അവര് നേരെ ആ ഒരു തീരുമാനം മാറുന്നു. എനിക്ക് പരാതിയില്ല, പ്രശ്നങ്ങളില്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു എന്ന് പറയുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇതോടുകൂടി ഗണേശൻ മന്ത്രിയുടെ സ്വഭാവം ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ വീണ്ടും മനസ്സിലായി. കാരണം പുള്ളി ഒരു തികഞ്ഞ ഒരു കോഴി തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ, അതായത് KSRTC ബസ്സിലൊക്കെ കൊണ്ടുപോയിട്ട് കോഴിയുടെ പടമൊക്കെ വെച്ചിട്ട് നാണം കെടുത്താവുന്നതിന്റെ പരമാവധി നമ്മുടെ ഗണേശൻ മന്ത്രിയെ നാണം കെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോ ഭാര്യ ഈ ഒരു കേസ് പിൻവലിച്ചാലും ഇത് ജനങ്ങള് പിൻവലിക്കത്തില്ല. കാരണം അത്രയും ഒരു വൃത്തികെട്ടവനാണ് ഇയാളെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാനുഗ്രഹിക്കട്ടെ. അഭിവാദ്യങ്ങൾ അനന്തപുരിയുടെ അഭിവാദ്യങ്ങൾ. ഗണേഷ് കുമാറെ നേതാവേ, പിന്നാലെ അഭിവാദ്യങ്ങൾ. ജനകീയ മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. ഗണേഷ് കുമാറെ നേതാവേ, കേരള ജനത പിന്നാലെ അഭിവാദ്യങ്ങൾ. ജനകീയ മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. അനന്തപുരിയുടെ അഭിവാദ്യങ്ങൾ. ഗണേഷ് കുമാറെ നേതാവേ, BJP